ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ ചീരകൃഷിയായിരുന്നു. ഇപ്പം ചീരയുടെ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കും ചുമല വെണ്ട ഉണ്ട്, ആനക്കൊമ്പൻ ചുമല വെണ്ട. ഇതുണ്ട്, വലിപ്പം കണ്ട്. ഇതിൻ്റെ തൈകളാണ്. ആനക്കൊമ്പൻ വെണ്ട, ചുവപ്പും വെള്ളയെല്ലാം ഉണ്ട്. ഉണ്ട്, എല്ലാം വെണ്ട. പിന്നെ പച്ചമുളക്, കാന്താരി എല്ലാം ഇങ്ങനെ ഗ്രോ ബാഗിനകത്ത് വെച്ചിരിക്കുക. എന്താ കായ്ച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ചെറുതായിട്ട് കായ്ക്കാറായില്ല, കായ്ച്ചു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഇല്ലാത്ത കാരണം ഇച്ചിരി വളത്തിൻ്റെയൊക്കെ കുറവുണ്ട്. അങ്ങനെ നമുക്കൊരു ഹോബിയാണ് ചീരകൃഷി, പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുന്നത്. ഒരു അലങ്കാരത്തിന് വേണ്ടി. വെണ്ടയാണ് ഇപ്പം കൂടുതലായിട്ടുള്ളത്. വെണ്ട, ചുമല വെണ്ട. ഇത് നേരത്തെ അവിടെ കുറച്ച് നട്ടതിൻ്റെ അരി എടുത്ത് പാകിയത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പച്ചമുളകും കാന്താരിയുണ്ട്, ചീരയുണ്ട്, വലിയ ചീര. എൻ്റെ തൈക്ക് വേണ്ടി ഇരിക്കുക, ഭയങ്കര പൊക്കത്തിലുണ്ട് ചീര. ഇത് പ്ലാത്താങ്കര ചീര, ഞാൻ പറഞ്ഞില്ലേ, പ്ലാത്താങ്കര ചീര എൻ്റെ അരിക്ക് വേണ്ടി ഇരിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ അരി വേണ്ടവർക്ക് ഞാൻ തരാൻ കുഴപ്പമില്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക്. വെണ്ട പിന്നെ രോഗാനത്തെ ഇങ്ങനെ പിന്നെ ഞാൻ 40 ഏത്തവാഴ വച്ചായിരുന്നു, അതെല്ലാം പോയി. ഇവിടെ എല്ലാം ചീരയായിരുന്നു മൊത്തം. 10,000 ചീര ഞാൻ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് പശുവിന് കൊടുക്കുന്ന വളർത്തുപുല്ല് പിടിപ്പിച്ച് അതൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഏത്തക്കൊല എന്ന് പറഞ്ഞാൽ 40 കൊല ഇതുപോലെ. ഇത് കണ്ട, വീണ് കിടക്കുന്നുണ്ട്. ഏത്തവാഴ. ഇത് വിണ്ടിപ്പുഴു കയറി പകുതി വെള്ളമാകുന്നതിന് മുമ്പ് ഇതുകൊണ്ട് വീണ് കിടക്കുന്നുണ്ട്. വിണ്ടിപ്പുഴു കയറി പകുതി ആകുമ്പോഴത്തേക്കും ഒടിഞ്ഞ് താഴെ പോകും. അതാണ് പരിപാടി. ഇത് ഒരു മുഴുത്ത കൊലയായിരുന്നു. വേണ്ട, വിളവ് പകുതി പോലും ആയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വിലക്ക് മേടിച്ച പേരമരമാണ്. എൻ്റെ ചുവട്ടി വരെ പേരകളും. ഇതുണ്ട്, പേരയുണ്ട് കിടക്കുന്നുണ്ടോ, ചുവട്ടി വരെ ഉണ്ട്. വലിയ പേരയാണ് പേര. ഇത് പേരയാണ്, വലിയ പേര, നല്ല പേരയാണ്. ഞാൻ വിലക്ക് മേടിച്ച ഒരു തൈയാണ്. ഇതേ ഇവിടെല്ലാം ചുവട്ടിൽ വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കൃഷി, എഴുത്തും കുക്കിങ്ങും ഓട്ടോടിയും മാത്രമല്ല, എല്ലാ പരിപാടിയുണ്ട്. ജീവിതമാകുമ്പോൾ അങ്ങനെയല്ലേ, എല്ലാം കുറച്ച് വേണം. ചീരയുടെ കാലഘട്ടം കഴിഞ്ഞു. കേട്ടോ, ചീര നിൽക്കുന്നുണ്ട്. കൊച്ചിൻ്റെ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഓക്കെ, ചീര അരി വേണ്ടവർ പറയുക, ഞാൻ കുറച്ച് തരാം കേട്ടോ.